അങ്ങനെ പറഞ്ഞു റോയൽ എൻഫീൽഡ് അവരുടെ ഏറ്റവും വെയിറ്റ് കൂടിയ ഒരു വണ്ടി ഇറക്കിയേക്കുന്നതാണ്. അതായത് റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര വെയിറ്റ് ആണെന്ന് പറയാറില്ലേ, ഈ പ്രാവശ്യം അവരുടെ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വെയിറ്റ് കൂടിയതും അവരുടെ ഫ്ലീറ്റിലെ ഏറ്റവും വെയിറ്റ് കൂടിയ ഒരു വണ്ടിയാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോണ വണ്ടി. വേറെ ഒന്നുമല്ല, ദിസ് ഇസ് ദ ഓൾ ന്യൂ ക്ലാസിക് 650. ഫ്രണ്ടിൽ നോക്കാൻ പോയ ആ ഒരു ക്ലാസിക് ലുക്ക് അവർ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ നമ്മൾ ക്ലാസിക് 350 500 കണ്ടു വന്നേക്കണം പോലത്തെ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് കാണാം. 43mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് 19 ഇഞ്ച് വീൽസ് ആണ്, നമുക്ക് സ്പോക്ക് വീൽസ് ആണ് ഇതിൽ അവർ കൊടുത്തേക്കുന്നത്, ട്യൂബ്ലെസ് ഒന്നുമല്ല. അത് കൂടാണ്ട് 320mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡുവൽ ചാനൽ ABS അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലാസിക്കിൽ വന്ന ആ ഹെഡ് ലാമ്പിന്റെ ആ ഒരു കവർ വിത്ത് LED ഹെഡ് ലാംപ്സ് ആണ് ഇപ്രാവശ്യം. പക്ഷെ ആ ഒരു ക്ലാസിക് ലുക്കിംഗ് ആ ഒരു ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് അവർ ഇതിൽ തന്നെ കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഏറ്റവും പുതിയ ക്ലാസിക് 650 അവരെ ഇറക്കിയേക്കുന്നത്. പിന്നെ ആ ഒരു ഫേമസ് 650cc ട്വിൻ സിലിണ്ടർ എഞ്ചിൻ അല്ലേ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് വെച്ചാൽ 53 Nm ഓഫ് ടോർക്ക് ആണ്. 46-47 PS ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു എഞ്ചിൻ എന്ത് രസമാണെന്ന് നിങ്ങൾക്ക് പണ്ട് മുതലേ അറിയാം. ആ 650 ഇറങ്ങിയപ്പോൾ മുതൽ ഭയങ്കര അടിപൊളി എഞ്ചിനാണ്, ഭയങ്കര രസമാണ് ഇത് ഓടിക്കാൻ. അതുകൊണ്ട് 152mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്, ബട്ട് യെസ് ഓബ്വിയസ്ലി ഇതൊരു 650cc എന്താ പറയുക, ഒരു ക്രൂസർ ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസിക് ലുക്കിംഗ് ബൈക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര അടിപൊളി ഡിസൈനാണ്. റോയൽ എൻഫീൽഡ് ഈ അടുത്ത് ഇറക്കിയേക്കുന്നതിൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു വണ്ടിയാണ് ഈ ഒരു ക്ലാസിക് 650. നെക്സ്റ്റ് വെയിറ്റ്, ഞാൻ പറഞ്ഞ ഏറ്റവും വെയിറ്റ് കൂടിയത്. വെയിറ്റ് എത്രയെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് 243 kg, 243 കിലോയാണ് ഈ ഒരു ക്ലാസിക് 650യുടെ വെയിറ്റ് തന്നെ. സീറ്റ് ഹൈറ്റ് 800mm ആണ്, എൻ്റെ ഹൈറ്റ് 5'6" ആണ്, എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ആണ്. അത് കൂടാണ്ട് ടാങ്ക് കപ്പാസിറ്റി നോക്കുമ്പോൾ 14.8 liters ആണ് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി. ആ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് ടാങ്ക് അവർ ഇതിനിപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കളർ ഡിസൈൻ ആണ്. ട്വിൻ എക്സോസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളി ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. വിത്ത് അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോക്കാൻ പോയാൽ ആ റോട്ടറി സ്വിച്ചസ് ആണ് അവർ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിന്റെ മീറ്റർ നോക്കാൻ പോയ ഒരു അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഡിസ്പ്ലേ മിക്സ് ആയിട്ടാണ് വിത്ത് ട്രിപ്പർ നാവിഗേഷനും അവരിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റിയറിലേക്ക് നോക്കാൻ പോയ ഒരു ട്വിൻ ഷോക്ക് സസ്പെൻഷൻ ആണ്. അത് കൂടാണ്ട് 300mm റിയർ ഡിസ്ക് ബ്രേക്ക് ആണ് വിത്ത് 18 ഇഞ്ച് വീൽസ് ആണ്, ട്യൂബ്ഡ് വീൽസ് ആണ്. ഞാൻ പറഞ്ഞു സ്വീറ്റ് സൗണ്ടിങ് എക്സോസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ റിയർ സീറ്റ് നമുക്ക് ഊരി മാറ്റി സിംഗിൾ സീറ്റ് ആയിട്ട് ഓടിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ആ ഒരു ക്ലാസിക് ലുക്കിംഗ് ടെയിൽ സെഷനും അവർ ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ഒരു ലുക്ക് നോക്കാൻ പോയാൽ. ഞാൻ നിങ്ങൾക്ക് ഇനി എക്സോസ്റ്റ് നോട്ട് ഏൽപ്പിച്ചു തരാം, എന്നിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. സോ യെസ്, ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ക്ലാസിക് 650 അല്ലേ. ആ ഒരു ഡുവൽ ടോൺ കളറിൽ ഭയങ്കര രസമുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ വണ്ടിയാണ്. നല്ല ഭംഗിയിലാണ് അവരിത് ചെയ്തേക്കുന്നത്. ആ പെയിൻറ്റ് സ്കീമും ആ ഫുൾ ഫിനിഷും ക്രോം ഫിനിഷിലും ആ റോട്ടറി സ്വിച്ചസും. ഇതാണ് ആ ഒരു ക്ലസ്റ്റർ ഞാൻ പറഞ്ഞത്. നമുക്ക് ബോത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ട്രിപ്പർ നാവിഗേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പഴയ ഒരു ക്ലാസിക് ഫീല് നമുക്ക് ഇതിൽ നിന്ന് എന്തായാലും കിട്ടുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് പറയേണ്ട കാര്യം, ദ റിയർ സസ്പെൻഷൻ ഫീൽസ് മച്ച് ബെറ്റർ ദാൻ ദ സൂപ്പർ മീറ്റിയോർ. കാരണം ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടെ സോഫ്റ്റർ ആണ്, നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. ബാക്കിൽ ഒരാൾ ഇരുന്നാലും നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കുവാണെങ്കിലും അത്യാവശ്യം കുഴിന്നൊക്കെ നമുക്ക് അത്ര ഒരു എഫക്റ്റ് കിട്ടാത്ത ഒരു രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ്. കാര്യം സൂപ്പർ മീറ്റിയോർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലോങ് ഓടിക്കുമ്പോൾ തന്നെ, ലോങ് ഒന്നും വേണ്ട, ചെറിയ കട്ടയാടുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എടുത്തിട്ട് നമ്മൾ എറിയുമായിരുന്നു. ബട്ട് ദിസ് ഫീൽസ് മച്ച് കംഫർട്ടബിൾ. ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം അടിപൊളിയാണ്. ബ്രേക്സ് ഒരു രക്ഷയില്ല. ഫ്രണ്ട് ബ്രേക്ക് ആയാലും ബാക്ക് ബ്രേക്ക് ആയാലും ഫ്രണ്ട് 320, റിയർ 300mm ബ്രേക്സ് ആണ്. ആ 300mm ബ്രേക്സ് ഒറ്റയ്ക്ക് മതി നമുക്ക് ഫുള്ളായിട്ട് ഈ വണ്ടി പിടിച്ച് നിർത്താൻ കേട്ടോ. അപ്പോൾ അത്രയും വലിയ ബ്രേക്സ് ആണ് റിയറിലും കൊടുത്തേക്കുന്നത്. ആൻഡ് 650cc എഞ്ചിൻ കൈ കൊടുത്ത ടോർക്കാണ്. ഇത് കണ്ടോ, കയറി വലിച്ചങ്ങ് പോണുണ്ടോ, ഒരു രക്ഷയില്ലാത്ത ടോർക്കാട്ടോ. അടിപൊളി ടോർക്കോടെയാണ് ഈ ഒരു വണ്ടി നമ്മളെ വലിച്ചോണ്ട് അങ്ങ് പോണത്. ഷോ റെസ്പോൺസ് ഒക്കെ ഒരു രക്ഷയില്ല. നല്ല സ്വീറ്റ് സൗണ്ടിങ് എക്സോസ്റ്റും നമുക്ക് ഈ ഒരു ക്ലാസിക് 650 നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്ലാസിക് 500 350യുടെ ആ ഒരു ഡിസൈൻ 650ലേക്ക് കൊണ്ടുവന്ന എങ്ങനെ ഇരിക്കും, അതേ ആ ഇമാജിനേഷനിലുള്ള അതേ വണ്ടി തന്നെയാണ് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നേക്കണത്. ശരിയാണ്, ഒരേ അച്ച് ഒരേ വണ്ടികൾ ഒരേ എഞ്ചിൻ പല പല ഡിസൈനുകളാണ്. പക്ഷേ ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരിപ്പോഴത്തെ ഇറക്കിയേക്കണതിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് 650 നമ്മുടെ ബെയർ 650 ഉണ്ട്, അതും അടിപൊളി. അത്
സ്ക്രാംബ്ലർ ലുക്കാണ്. പക്ഷേ ഈ ഒരു ക്ലാസിക് സ്റ്റൈല് സൂപ്പർ മീറ്റിയറിനെക്കാട്ടും ഷോർട്ട് ഗണ്ണിനെക്കാട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്ലാസിക് 650 തന്നെയാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ, നല്ല അടിപൊളി ലുക്കാണ്. ആരായാലും ഒന്ന് നോക്കി പോകും. പ്രത്യേകിച്ച് ഈ ഡുവൽ ടോൺ കളറും അവരുടെ ക്രോം ഉണ്ട്. പണ്ട് ക്ലാസിക് 500 ഇറങ്ങിയിരിക്കുന്ന ആ ഒരു ക്രോം കളർ ഉണ്ട്, അതും അടിപൊളിയാണ്. അതും ഒരു രക്ഷയില്ല, ഭയങ്കര രസമാണ്. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ്. നമ്മുടെ ക്ലച്ച് ആയാലും ബ്രേക്ക് ലിവേഴ്സ് ആയാലും അഡ്ജസ്റ്റബിൾ ആണ്. ഈസി ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാത്ത ഒരു കുഴപ്പമില്ലാണ്ട് ഭയങ്കര രസമാണ്. അത്യാവശ്യം വേണ്ട ബ്രേക്കൊക്കെ ഉണ്ട്, നല്ല ബ്രേക്കാ. പട്ടിയല്ല, കുറുക്കം വട്ടം ചാടിയാലും നമ്മൾ ചവിട്ടി തീർത്തു എന്നാണ് റോയൽ എൻഫീൽഡ് പറയണേ. പിന്നെ 6th ഗിയറിൽ അറിയാലോ, 6th ഗിയറിൽ നമുക്ക് ഈസി ആയിട്ട് 60, 50, 60s നമുക്ക് പോവാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആ ഒരു സ്ലോ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ദിഗ് ഇതിൽ 2 ദിഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു 2 ദിഗ് സൗണ്ട് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പോവാട്ടോ. സിറ്റി കൂടെയൊക്കെ ഓടിക്കാനായാലും വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. 243 കിലോ ആണ്. എന്നൊന്ന് താഴെ ചരിഞ്ഞാലോ കിണിഞ്ഞാലോ മാറി നിൽക്കുക കേട്ടോ, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് സൈഡിൽ വെച്ചിട്ട് ഒരു ക്രാഷ് ഗാർഡ് എന്തായാലും വെക്കുക. അത് വെച്ചിട്ട് നമ്മൾ വണ്ടി ചരിച്ച് താഴത്തേക്ക് വെക്കുക. പൊക്കാനൊന്നും നിൽക്കരുത്, നടുവ് വെട്ടും. അല്ലെങ്കിൽ അത്ര ശക്തിയും നല്ല ജിമ്മനൊക്കെ ആയിരിക്കണം ഈ ഒരു വണ്ടി പൊക്കിയെടുത്ത് മാറ്റി വെക്കാൻ. ട്രിപ്പർ നാവിഗേഷൻ കണക്ട് ചെയ്താൽ ടേൺ ബൈ ടേൺ നാവിഗേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും വിത്ത് റോയൽ എൻഫീൽഡ് ആപ്പ്. ആൻഡ് ഹൈടെക് ഫീച്ചേഴ്സ് ഒന്നുമില്ല, ഡുവൽ ചാനൽ ABS മാത്രം. വേറെ പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ യെസ്, ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഇലക്ട്രോണിക് വൈസ് ഓൺലി ABS, പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. സ്മൂത്ത് എഞ്ചിനാണ്, അങ്ങനെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഹൈ റെവിലാണ് നമ്മൾ കൂടുതൽ വൈബ്രേഷൻ നിങ്ങൾ അറിയാൻ പോണത് തന്നെ. പിന്നെ ഫുൾ മെറ്റൽ ആയതുകൊണ്ടാണ് ആ ഒരു വെയിറ്റ് ഫീലും. ഹാൻഡിൽ ബാറൊക്കെ ഭയങ്കര വൈഡാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ കിടത്തി മലത്തി ഇങ്ങനെ അങ്ങ് എടുക്കാം. വലിച്ചോട് മോണുണ്ടോ. ഹൈ RPMലാണ് നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പോണത്. പിന്നെ റിയർ സീറ്റ് എങ്ങനെയുണ്ടെന്ന് കുഴപ്പമില്ല. റിയർ സീറ്റ് ചെറുതാണ്, പില്ലിയനുള്ള സീറ്റ്, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അത്ര വലിയ സീറ്റ് എന്നൊന്നും ഞാൻ പറയില്ല. ആൻഡ് റിയറിലെ സീറ്റ് നമുക്ക് ഊരി വെച്ചിട്ട് ഒരു സിംഗിൾ സീറ്റാക്കി ഈ വണ്ടി നമുക്ക് കൊണ്ട് നടക്കാം. അടിപൊളി, നല്ല രസമായിട്ടാട്ടോ വണ്ടി കയറി പോകണം. നല്ല അടിപൊളിയായിട്ടാണ് കയറി പോകണം. നല്ല ഹൈ RPMലാണ് നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പോണേ. അതും ആ ഒരു ഹാൻഡിൽ ബാറിന് തൊട്ട് സൈഡിലായിട്ടും ഫുഡ് പെഗിൽ ചെറുതായിട്ടും അത്രയ്ക്കൊന്നും അറിയത്തൊന്നുമില്ല. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇത്രയും നാളെ ഇറങ്ങിയ 650 ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയെന്ന് ഞാൻ ഇപ്പോൾ പറയുള്ളൂ. കാര്യം നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് സിറ്റിയിലൊക്കെ നമുക്കിപ്പോൾ നേരെ നമ്മൾ ട്രാഫിക്കിലേക്കാണ് കയറാൻ പോകണം. സിറ്റിയൊക്കെ ഓടിക്കാൻ ഭയങ്കര രസമായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. ഞാൻ ഇത്ര നേരം ഓടിച്ചു, പക്ഷേ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ വെയിറ്റും പിന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല, എനിക്ക് തോന്നിയ ഒരു ബുദ്ധിമുട്ടാണ്. വണ്ടി നിർത്തിയിട്ട് നമ്മളിങ്ങനെ തള്ളുമ്പോൾ നമ്മുടെ ഫുഡ് പെഗ് നമ്മുടെ കാലിലേക്ക് കുത്തും. ഇത് കണ്ടോ, ഇതൊരു മാതിരി വൃത്തിയുടെ ഒരു പൊസിഷനാണ്. നമ്മൾ കാല് നീക്കുമ്പോഴായാലും നമ്മുടെ ഫുഡ് പെഗ് കാലിൽ തട്ടും ചില സമയത്ത്. അത് മാത്രമേ എനിക്ക് തോന്നുള്ളൂ, ബാക്കി ഓക്കെയാണ്. പിന്നെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പില്ലിയൻ്റെ കാലിൽ എക്സോസ്റ്റ് തട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാട്ടോ. പിന്നെ കണ്ടോ, നമ്മൾ എക്കണോമിയിൽ ഓടിക്കുമ്പോൾ എക്കോ എന്ന് പറഞ്ഞൊരു ഇത് കത്തുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എക്കണോമിയിലാണ് ഓടിക്കണ, കൊള്ളാം, നല്ല മൈലേജ് കിട്ടും. മൈലേജ് പിന്നെ നോക്കണ്ടല്ലോ, 650 ആണ്, ഒരു 20-25 പ്രതീക്ഷിച്ചാൽ മതി. അതിന് മേളിലേക്കൊന്നും കിട്ടുന്ന ആൾക്കാരുണ്ടാവട്ടോ. മര്യാദയൊക്കെ ഓടിച്ചാൽ കിട്ടും, പയ്യൊക്കെ ഓടിച്ചാൽ നമുക്ക് 20-25 മേളിലൊക്കെ എന്തായാലും കിട്ടും. ഈ റോഡൊക്കെ ടാർ ചെയ്തു ഗൈസ്. വാവ്, ഇത് ആരായാലും ഒന്ന് നോക്കിപ്പോട്ടോ. കണ്ടോ, ആരായാലും നോക്കൂ എല്ലാവരും നോക്കൂ. കാര്യം നല്ല രസമാണ് കാണാൻ, നല്ല കളറ്, നല്ല ഭംഗി. റോഡ് പ്രസൻസ് ഭയങ്കര അന്യായമുണ്ട്, ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ പഴയ ക്ലാസിക്കിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയിലാണ് റോയൽ എൻഫീൽഡ്. കാര്യം പുതിയ ക്ലാസിക് നല്ല രസമാണ് കാണാൻ. പുതിയ ക്ലാസിക് ആയാലും നല്ല ഭംഗിയോടെയാണ് പുതിയ ക്ലാസിക്കൊക്കെ അവർ ഇറക്കിയേക്കണേ. അപ്പോൾ അതേ ഒരു ലുക്കും ഫീലും നമുക്ക് ഈ ഒരു 650 ഉണ്ട്. പിന്നെ ബിഗർ എൻജിൻ, ബെറ്റർ ക്രൂസിങ് സ്പീഡ്, മോർ പവർ. കണ്ടോ, അതാണ് ക്ലാസിക് 650. മാൻ, വാട്ട് എ മെഷീൻ, അടിപൊളി. So let's check the 0 to 100. 3, 2, 1, let's go. Oh, എൻ്റെ പൊന്നോ, ഓ വലിച്ചങ്ങ് കൊണ്ടുപോവാട്ടോ. സെക്കൻഡ് ഗിയറിൽ 80-90 ഒക്കെ എത്തിയായിരുന്നു വണ്ടി. അത് കഴിഞ്ഞ് അങ്ങ് സൂപ്പർ. അപ്പോൾ ക്ലാസിക് 650 ദാറ്റ് ഈസ് മോർ അഗ്രസീവ് ക്ലാസിക് 650. പണ്ടത്തെ ക്ലാസിക് 350 500 ഒന്നുമല്ല. 500 ഒരു മുതലായിരുന്നു. അത് നിർത്തിയപ്പോഴാണ് എല്ലാവർക്കും 500 പോയേ എന്ന് തോന്നിയത്.
പക്ഷേ 650 കൊള്ളാം കേട്ടോ. 500-നെക്കാട്ടും ഒരു മുതലുണ്ട് ക്ലാസിക് 650. 500 മിസ് ചെയ്യണവർക്ക് ഇതൊക്കെ വന്നൊന്ന് ഓടിച്ചു നോക്കാം. ആ ഒരു ഫീലും ആ ഒരു കുറച്ചും കൂടെ പവറൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. ആൻഡ് ഹെഡ് ലാമ്പ്സ് ഒക്കെ ഓക്കെ എന്ന് ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ ഹെഡ് ലാമ്പ്സ് ഞാൻ നമ്മുടെ മുമ്പത്തെ ഇൻ്റർസെപ്റ്ററിലും കാര്യങ്ങളൊക്കെ സെയിം ഹെഡ് ലാമ്പാണ്. GT-ലും തന്നെ സെയിം ഹെഡ് ലാമ്പാണ്. ആ ഒരു LED ഹെഡ് ലാമ്പ്സ്. ഇൻഡിക്കേറ്റേഴ്സ് ആ ഒരു ക്ലാസിക് ഫീൽ ഇട്ടാണ് റൗണ്ട് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അവർ കൊടുത്തത്. ആ ഒരു ക്ലാസിക് ഫീൽ ഇട്ടാണ് ഇവിടെ വരെ അവർ ക്രോമാക്കി കളഞ്ഞു. ഇതിൻ്റെ പെയിൻ്റ് ഒന്നും പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് എൻ്റെ വിശ്വാസം, മെറ്റലാൻ വഴിയില്ല. അപ്പോൾ അതിൻ്റെ പെയിൻ്റ് ഒന്നും പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു ഇൻ ലോങ് ടേം. ആൻഡ് കണ്ടോ എല്ലായിടത്തും ഭയങ്കര ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര ഭംഗിയിലാണ് അവർ ഈ ഒരു വണ്ടി ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഞാൻ എടുത്തു പറയാം ഇതിൻ്റെ സസ്പെൻഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമുണ്ട്. ഇതൊന്നും അറിയണില്ല. കാര്യം സൂപ്പർ മീറ്റിയറിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ ചെറിയ ചാട്ടം വരെ നമ്മുടെ മേത്ത് ഭയങ്കരമായിട്ട് എടുത്ത് അറിയുമായിരുന്നു. ഫ്രണ്ടിലൊരു നട്ട് ലൂസാണ്, കുഴപ്പമില്ല തോന്നണം. അപ്പോൾ ആ ബസ്സുകാരനൊക്കെ പോകണപ്പോൾ ഓക്കെ, അങ്ങനെയൊക്കെ എക്സ്പൾസ് ഓടിക്കണ പോലെ ആ ബസ്സൊക്കെ ഓടിക്കണേ. ഓ ഹിയർ കംസ് ദ ട്രാഫിക്കിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലേ. ഇത്രയും വലിയ വണ്ടി എനിക്ക് നിർത്തുമ്പോൾ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഇത് ആ ഒരു ട്രെയിൻ വന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഗേറ്റ് വല്ലപ്പോഴും ഒക്കെ അടയ്ക്കാറുള്ളൂ. അടച്ചാൽ പിന്നെ ഇവിടെ പൊങ്കാലയാ ഫുള്ള്. പോലീസുകാരനാരും വാട്ട് ടൈമിങ് ചേച്ചി ഡോർ തുറക്കാൻ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പണിയാണ് ഈ വെയിറ്റ് ഇട്ടാ, ഇല്ലയെന്ന് പറയാനുള്ള. പഴയ പടക്കണ എക്സോസ്റ്റ്, ഫിഷ് ടെയിൽ എക്സോസ്റ്റാന്ന് തോന്നുന്നു, അതാന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ഞാൻ ഓർക്കണ്ട ഈ സാധനമൊക്കെ, പോളിസ് സാധനം. ചേട്ടാ ക്ലാസിക് 350 മാറിയില്ല. അതെ ചേട്ടാ 650. ചേട്ടാ 650 ഇറങ്ങി എക്സ്ചേഞ്ച് ചെയ്യണ്ടേ നമുക്ക് ചേട്ടാ, സെയിൽസിൽ നിന്നാണേ. അപ്പോൾ ട്രാഫിക്കിലൊന്നും അങ്ങനെ ഹീറ്റിംഗ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഐ ആം പ്രിറ്റി മച്ച് ഹാപ്പി. ഹീറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇതാ വല്ല റേഡിയേറ്ററുള്ള വണ്ടിയൊന്നുമല്ല, ജസ്റ്റ് നോർമൽ ഓയിൽ കൂളിംഗ് തന്നെയാണ് ഇതിലും വന്നേക്കണേ. ഓയിൽ കൂളർ ഉണ്ട്. അപ്പോൾ ഹീറ്റിംഗ് ഒന്നും എനിക്ക് അങ്ങനെ ഹീറ്റിംഗ് ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ തന്നെ ഓടിക്കുന്നത് മൊത്തം. അപ്പോൾ യെസ്, അതായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ഓഫ് ദ ഓൾ ന്യൂ ക്ലാസിക് 650. എന്താണ് ക്ലാസിക് 650 ഓടിച്ചാൽ എങ്ങനെയുണ്ട്, കൊള്ളാവോ, സുഖമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെങ്കിൽ വണ്ടി നമുക്ക് കിട്ടുകയാണ് സെൻറ്റ് മേരീസ് മോട്ടോർ കല്ലൂരിൽ നിന്നാണ്. അവിടെ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു ക്രോം കളറും അവരവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതാണ് ഒരു മുതൽ. അത് ഒരു നൈസാണ്, കാണാനും അടിപൊളിയാണ്, നല്ല വണ്ടിയാണ്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട് സെൻറ്റ് മേരീസ് മോട്ടോഴ്സ്. അവിടെ പോയ വണ്ടികൾ കാണാം. ഇതിൻ്റെ പ്രൈസ് കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതി കാണിക്കാം. ഇതാണ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ ഇതാണ് ആ വണ്ടി. സോ ഇത് മേ ബി ഒരു 650 ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരാൾ, അതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഡെയിലി യൂസ് പ്രിറ്റി മച്ച് കംഫർട്ടബിൾ. ആകെ ട്രാഫിക്കിൽ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനൊക്കെ ഉള്ളൂ. ക്രൂസ് ചെയ്ത് പോവാം, നമുക്ക് ടൂർ ചെയ്യാം. പില്ലിയണ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ, അത്ര അടിപൊളി എന്ന് പറയാം. ഇതിന് ടൂറിംഗ് സീറ്റൊക്കെ വരും എന്തായാലും. ക്ലാസിക് 650യുടെ ടൂറിംഗ് സീറ്റ് എന്തായാലും ഉണ്ടാവും, ഉടനെ ഉണ്ടാവും. കാര്യം ബാക്കി എല്ലാത്തിനും ടൂറിംഗ് സീറ്റൊക്കെ അവർ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇതിനും എന്തായാലും അവർ ടൂറിംഗ് സീറ്റ് എന്തായാലും കൊണ്ടുവരും. അപ്പോൾ സോ അതും പേടിക്കണ്ട. അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ മാറി ഒന്നായാൽ നമുക്ക് ടൂർ ചെയ്യാനും വണ്ടി അടിപൊളിയാണ്, നല്ല രസമായിരിക്കും. ഹൈവേസിലൊക്കെ ഓടിക്കാനും ലോങ് ടൂർസ് പോകാനും ഹൈ സ്പീഡ് ക്രൂസിങ്ങിനൊക്കെ ഭയങ്കര രസമായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസിക് 650 കേട്ടോ. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോയിൽ ബെല്ലുകൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.